ഹലോ ഗൈസ്, വന്ന് എനിക്ക് വീട്ടിയുടെ ഒരു ഡ്രസ്സ് പോലും ഇല്ലെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കും? അതെ, നേരാണ്. ഇവളിപ്പോൾ ഇട്ടോട്ട് വന്ന പാൻറ്റ് ഷർട്ട് എല്ലാം എൻ്റെയാണ്. ഈ കുരിപ്പ് കാരണം എനിക്കൊരു സാധനം അലമാര വെച്ചേക്കാൻ പറ്റാത്ത അവസ്ഥ. എന്ത് കിട്ടിയാലും അപ്പം എടുത്തിട്ട് നോക്കണം. ഒട്ടുമിക്ക ദിവസത്തെ പോലെ ഇന്നും പ്രത്യേകിച്ച് പരിപാടികളൊന്നും നമുക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കരുതി ചുമ്മാ ഒന്ന് നടക്കാറൊക്കെ. കാരണം 2 ദിവസത്തേക്ക് നമ്മൾ തിരിച്ച് ലണ്ടനിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഒന്ന് നൈറ്റ് ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് കറങ്ങാമെന്നും പറയുകയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് അപ്രതീക്ഷിതമായി നമ്മൾ വീണ്ടും മറ്റൊരു ക്രിസ്മസ് മാർക്കറ്റിൻ്റെ മുന്നിലെത്തിയത്. അപ്പോൾ നമ്മൾ കരുതി എന്തായാലും കണ്ടതല്ലേ ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്യുന്നത്. അവിടെ അടിപൊളി ഒരു ജയൻ വീൽ ഉണ്ടായിരുന്നു. എനിക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അവൾക്ക് ഭയങ്കര പേടിയാണ്. ലാസ്റ്റ് തവണ ഇവളെയും കൊണ്ട് നമ്മളൊരു റോളർ കോസ്റ്റർ കയറാൻ പോയി. അപ്പോൾ ഈ അവിടെ നിന്നുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുക, ഇതിനകത്ത് കയറി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെയും കൊണ്ട് കയറുന്ന ചേട്ടനാണ് ഉത്തരവാദി എന്ന്. അങ്ങനെ ഒരു നിലപാട് അവൾ എടുത്തത് കൊണ്ട് ഈ തവണ ഞാൻ അവളെ ഒന്നിലും കയറാനായിട്ട് നിർബന്ധിച്ചില്ല. നമ്മൾ ചുമ്മാ കാഴ്ചകളൊക്കെ കണ്ട് അവിടെയൊക്കെ നടന്നു. ഇവൾക്കുള്ള മറ്റൊരു സ്വഭാവമാണ് ഇത് ഇപ്പോൾ നിങ്ങളെ കാണുന്നത്. ഒന്നും വാങ്ങിയില്ലെങ്കിലും ചുമ്മാ പോയി എല്ലാം എടുത്ത് കൈ പിടിച്ച് വിലയൊക്കെ നോക്കി ഇങ്ങനെ തെക്കൂടൊക്കെ നടക്കും. എനിക്ക് സത്യം പറയാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയമാണ് അത്. കാര്യം അവരുടെ സമയം കളയുന്നു, നമ്മുടെ സമയം കളയുന്നു. അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യാറില്ല, ദൂരത്ത് നിന്ന് കണ്ട് കാഴ്ചകൾ കണ്ട് പോകാറുള്ളൂ. പക്ഷേ അവളിങ്ങനെ ഓരോ സാധനങ്ങളും എടുത്ത് അതിൻ്റെ വില അവരോട് ചോദിച്ചിട്ട് ഓക്കെ താങ്ക് യു സോ മച്ച്, സീ യു ലേറ്റർ എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് പോകും. കുതിര കയറണോ? ശരിക്കും കയറിക്കോ. എടാ പോവാ. ആദ്യമായിട്ടാണ് അവളൊരു റൈഡിൽ കയറണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത്. സംഭവം ഈ പിള്ളേർ റൈഡാണ്, അതുകൊണ്ടാണ് അവൾക്കൊരു കൗതുകം തോന്നി കയറിയത്. ഞാനത് അനുവദിച്ചു കൊടുത്തു. എന്തായാലും ആൾ ശരിക്കും എൻജോയ് ചെയ്തു എന്നാണ് തോന്നുന്നത്. രസമാണ് അതിൽ കയറുന്നുള്ള കോപ്രായെല്ലാം കാണിക്കരുത്. കണ്ടു നിന്ന് ഞാനും ചിരിച്ച് എൻ്റെ കൂടെ അവിടെ പുറത്ത് നിന്നവർ ഇവളുടെ ഓരോ കോപ്രായങ്ങൾ കൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് അതിലിരുന്ന കുഞ്ഞി പിള്ളേരെക്കാട്ടിലും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്കതിനകത്തിരുന്നാൽ മതി. കണ്ട ടാറ്റയെ കടിച്ചിട്ട് പോകുന്നുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? പേടിച്ചാ?